നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ ആദ്യം തന്നെ പാലക്കാട് നിന്ന് ഇങ്ങ് പിറവത്തിനടുത്ത് മണിയുടെ വരെ വന്ന നമ്മുടെ പാലക്കാട് നല്ലേപ്പിലുള്ള ഹരിതകർമ്മസേനയിലെ എല്ലാ ചേച്ചിമാർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ഒത്തിരി സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം നസീറിക്ക, മിയ ആൻഡ് കലാഭവൻ പ്രജോ. വെൽക്കം വെൽക്കം. എല്ലാരും ലുക്കേഷ് കുമാരിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? പ്രചോദനത്തിൽ തുടങ്ങാം. എല്ലാം സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും എന്താ പറയുന്ന ഈ നല്ല ജാക്കറ്റ്, ഒത്തിരി ജാക്കറ്റ് ഉണ്ട്. ഒരു ലോഡ് ജാക്കറ്റ് ഒക്കെ ഇട്ടാണ് വന്നത്. അതെ, പോകാൻ ഉദ്ദേശം ഇത് ഒരു ദിവസം പിന്നെ മോഡേൺ, ഒരു ദിവസം ട്രഡീഷണലൊക്കെ പിടിച്ച് സെറ്റ്. അല്ല, എന്റെയിലും പല പല ലുക്കുകളുണ്ട്. അതിലൊരു ലുക്കാണ് കിടന്ന് തോന്നുന്നുണ്ട്. കൗണ്ടറിനനുസരിച്ച്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി മുല്ലപ്പൂ വരാൻ വേണ്ടി സജഷൻസ് ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്, അഭിപ്രായങ്ങൾ. ഇന്ന് നമ്മൾ കുറെ കാണേണ്ടി വരും. ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? ഓൾ ഗുഡ്? ഹാപ്പി അല്ലേ? എല്ലാം ഹാപ്പിയാണ്. എന്തായാലും ഈ പരിപാടിയെക്കുറിച്ച് ഓരോ സ്കിറ്റിനെ കുറിച്ച് ആൾക്കാർ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന പോലെ നമ്മൾ സ്പൂഫുകൾ കാണുമ്പോൾ അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട് അല്ലേ? ഓരോ സ്പൂഫുകൾ കാണും. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അതിരാത്ര സിനിമ കണ്ടപ്പോൾ അതിൽ ഈ പഴയ ചില സാധനങ്ങൾ കാണും. ഇപ്പോൾ റിയാസ് ഖാൻ്റെ അടിച്ച് കയറിയ പഴയതിൽ നിന്നാണല്ലോ, ജോസിൽ നിന്നുണ്ടായി. അപ്പോൾ ഈ ഉമ്മറുക്കയുടെ ഒരു ഇത് കണ്ടപ്പോൾ അതിൽ ഉമ്മറുക്ക ഭയങ്കര എല്ലാവരും കൊള്ളക്കാരാണല്ലോ. താരാദാസ്, മമ്മൂക്ക തോക്കുമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഉമ്മറുക്ക അടുത്ത വണ്ടി വന്ന് ഇറങ്ങിയിരിക്കുക. അപ്പം നേരെ അടുത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് ഡയലോഗുണ്ട്: എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ താരദാസ് നിന്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ ദേഷ്യം വരുന്നില്ല. ആലോചിച്ചേ, അത് തോക്ക് പിടിച്ച് ഇങ്ങനെ കുറെ ഐറ്റങ്ങളുണ്ട്. എനിക്ക് ഇപ്പം ഒരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പെൺകുട്ടിയായിട്ട് ഓടിപ്പിക്കുന്നു, വികാരജീവിയാണല്ലോ, ഓടിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല അത് പറയണ്ട, അങ്ങനെയാണ് അത് അവിടെ നിർത്തിക്കോ. ഓക്കെ നസീർക്ക. അല്ല, നമ്മൾ സ്ഥിരം പറഞ്ഞോണ്ടിരിക്കുന്നത് മിയ പറയൂ. ഇല്ല, കഴിഞ്ഞ ദിവസം വന്നതിന്റെ ആ ഒരു ഇമ്പാക്ട് എനിക്ക് പോരാ. എനിക്ക് ഇനിയും തമാശ കാണണം, സന്തോഷിക്കണം എന്നുള്ളൊരു വിചാരത്തിലാണ് രണ്ടാം ദിവസം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസം വരുമ്പോഴും ഞങ്ങളുടെ അംബികാമ്മയുടെ ഹൃദയവേദന കൂടുന്നുണ്ടാവും. അംബികാമ്മ ആയില്ല. അപ്പം ഒത്തിരി സന്തോഷത്തോടെ 3 പേർക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇരിക്കുന്നു എന്നത്തെയും പോലെ നമ്മൾ ചിരിച്ച് അർമാദിച്ചിട്ട് പോകുന്നു. ഓക്കെ, വൺസ് അഗൈൻ 3 പേർക്കും വെൽക്കം. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ തന്നെ ഒരു ടീമാണ് വരാൻ പോകുന്നത്. ഒരു ഐറ്റം ടീം. നമ്മൾ ഒത്തിരി ചിരിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർ ഇന്ന് വരുന്ന ഒരു ഉഗ്രൻ ഐറ്റമായിട്ടായിരിക്കും. നമുക്ക് കണ്ടു നോക്കാം. ബാസി ചേട്ടൻ, പോൾസൺ ചേട്ടൻ ആൻഡ് അജയ് ചേട്ടൻ അടിക്കായി. നമ്മൾ എന്തിനാണ് ഈ കള്ളന്മാരെ പോലെ പമ്മി പൊന്നു? അയ്യോ, കളക്ടർ കൂടെ ഉള്ള കാര്യം ഞാൻ മറന്നു. എടോ, നമ്മൾ കള്ളന്മാരല്ലേ, അപ്പൊ അതിന്റെ ആറ്റിറ്റ്യൂഡ് പിടിച്ചു വേണം നിൽക്കാൻ. പമ്മട മര്യാദക്ക്. അമ്മ, ഇന്ന് എന്താണ് ഈ പകലിൽ മോഷ്ടിക്കാൻ വന്നേക്കുന്നത് പറയാവോ? എടാ വെളിവില്ലാത്തവനെ, നമ്മളിപ്പോ വന്ന് കയറിയേക്കണ ഒരു ഡോക്ടറുടെ വീട്ടിലാണ്. ഡോക്ടർ രാവിലെ 10 മണിക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയി. ഇനി വൈകിട്ട് 5 മണിക്ക് എത്തത്തുള്ളൂ. അതുവരെ സമയമുണ്ട്. ഇവിടെയുള്ള സകല സാധനവും നമുക്ക് അടിച്ചു മാറ്റണം. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും രാത്രി മോഷ്ടിക്കുന്നതാണ് അതിന്റെ ഒരു സുഖം. സുഖത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കല്ലേ. എടാ, കഴിഞ്ഞ ദിവസം മിലിറ്ററിക്കാരന്റെ വീട്ടിൽ കയറി നീ എന്ത് തോന്നിയ ദിവസമാണ് കാണിച്ചത്? അവിടെ ഇരുന്ന മിലിറ്ററി കോട്ടയം ഒരു 4 എടുത്ത് മടക്കാൻ അടിച്ചു. 4 അടിച്ചത് പോട്ടെ, ഉറങ്ങിക്കിടന്ന മിലിറ്ററിക്കാരന്റെ ഭാര്യനെ വിളിച്ചതിനെ നീ എന്താ പറഞ്ഞത്? മര്യാദ കത്താഴം വെള്ളം പഠിക്കുന്നു. ഞാൻ വീട്ടിൽ പറയാനുള്ളതാണല്ലോ. നീ വീട്ടിൽ പറയുന്ന കാര്യമാണോ മറ്റുള്ളവർ വീട്ടിൽ കയറി പറയുന്നത്? ആ മിലിറ്ററിക്കാരന്റെ തൊക്കിന്റെ മുന്നിൽ രക്ഷപ്പെട്ട കാര്യം ഓർത്താൽ ദൈവം നൂലേലിറങ്ങി വരും. അത് പോലീസല്ല, അത് ആംബുലൻസ്. ഓ, ഈ ആംബുലൻസുകാർക്ക് വേറെ ഒരു മ്യൂസിക്കും ഇല്ല. പിന്നെ ആംബുലൻസുകാർക്ക് ശിങ്കാരിമേളത്തിന് മ്യൂസിക് ഇട്ട് വരാൻ പറ്റും? നീ എവിടെ നിന്ന് വന്നതാണ്? നീ അടിച്ചു മാറ്റാൻ നോക്കിയാ പെട്ടെന്ന്. എല്ലാം ഞാൻ അടിച്ചു മാറ്റി. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാന്ന്. പോകാൻ പറ്റേ? 5 മണി വരെ സമയമുണ്ടല്ലോ. വേറെ ചെറിയൊരു പരിപാടിയുണ്ട്. എന്താ സംഭവം? എന്റെ വീട്ടുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു
ഡോക്ടറായിട്ട് കാണണമെന്ന്. അതൊരു വല്ലാത്ത ആഗ്രഹമായി പോയി. ഏതായാലും സമയമുണ്ടല്ലോ, ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ഞാൻ കുറച്ച് സമയം ഒന്ന് ഡോക്ടർ ആവട്ടെ. നീ എന്നോടൊന്ന് സഹകരിക്കും. നീ അവിടെ ഇരുന്നേ. എന്നാത്ര നിന്നെ ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. നിനക്ക് വല്ല സൂക്കേടും ഉണ്ടാന്ന് അറിയാമല്ലോ. നിങ്ങൾക്ക് എന്നത്തിന്റെ സൂക്കേടാണ്. ഒന്ന് സഹകരിക്കാവേ. ശ്വാസം വലിച്ചു വിടൂ. ഇതിനകത്തിന് എടാ, ഡോക്ടർമാരുടെ ആദ്യത്തെ ഡയലോഗാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം വലിച്ചു വിടൂ. അതിനെ പിടിച്ചു വേണം അതിലേക്ക് പോകാൻ. ഓക്കെ ഓക്കെ ഓക്കെ. മനസ്സിലായോ? എന്നാ വലിച്ചു. വലിക്കൂ. അങ്ങനെ തന്നെ. വിട്ടില്ലാട്ടോ. വിട്ടില്ല, വിട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ കൈ നിട്ട് വിടണ്ടേ? അതാണ്. നീ വാ തുറക്കൂ. ആ മനിതനുണർന്ന് കൊള്ള ഇത് മനിതർ കാതലല്ലേ, അത് എന്താണ്ടി പുനിതമാണിത്. സുഭാഷേ, ഗുണാക്കാവില്ല വായാണ്. ഗുണാക്കാവിന്റെ ഫീൽ ഉണ്ട് നിന്റെ വാ തുറക്കുമ്പോ. നമുക്ക് ഇവിടുന്ന് പോകാന്ന്. എടാ, മരുന്ന് മേടിച്ചിട്ട് ഇത് വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഓക്കെ. എന്ത് പോലീസ് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പോണ്ടേ? നെക്സ്റ്റ് പേഷ്യന്റ് കടന്നു വരൂ. ആര് വരാനാണ് ഇങ്ങോട്ട്? ആരും വന്നില്ലേലും ഡോക്ടർമാരുടെ ഒരു ഡയലോഗാണ്. ഒരു പേഷ്യന്റ് കഴിഞ്ഞാൽ അടുത്ത പേഷ്യന്റ്. അതങ്ങനെ ഒരു രീതി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്കറിയത്തില്ല. ഒറ്റ കാരണം ഞാൻ പറഞ്ഞല്ലേ ഇവിടുന്ന് പോകാതെ. ഞാൻ അറിഞ്ഞോ ഇങ്ങനെ ഒരുത്തൻ കയറി വരും. എന്താണ് വലിയ പ്രോബ്ലം വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? എന്ത് പ്രോബ്ലം? നിങ്ങൾക്ക് വല്ല പ്രോബ്ലം? അല്ല, എനിക്ക് പ്രോബ്ലം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ അത് പറ. എനിക്ക് ചെറിയൊരു സംശയം. ഞാൻ വന്ന സ്ഥലം മാറിപ്പോയോ? എവിടെ മാറാൻ? ഞാൻ ഡോക്ടർ. ഇതെന്താണ്? ഞാൻ ഈ കൊമ്പം മീശ വെച്ച ഡോക്ടറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെന്താണെന്നറിയോ? അത് കൊമ്പത്തെ ഡോക്ടറാണ്. അതാണ് കൊമ്പം മീശ വെച്ചേക്കുന്നത്. ഇതെന്താണ് ഇവിടെ ഒരു ഉണ്ണി വെച്ചേക്കണം? അതെന്താണ് ഉണ്ണി? അതന്നെ വീട്ടിൽ ഉണ്ണി എന്നാ വിളിക്കുന്നേ. വീട്ടിൽ ഉണ്ണി എന്ന് വിളിക്കുന്നു പറഞ്ഞാൽ ആരെങ്കിലും മുഖത്ത് ഉണ്ണി വെച്ചോണ്ട് വരുമോ? പിന്നെ ഉണ്ണിയില്ലാത്ത ഡോക്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ണിയില്ലാത്ത ഉണ്ണി എന്ന് പറഞ്ഞാൽ ഉണ്ണിയില്ലാതെ നടക്കിയല്ലേ? അത് ശരിയാണ്. മീശ ഉണ്ണി കറക്റ്റ് ആണ്. പക്ഷെ ഇതെന്താണ് ഈ ഡോക്ടർ ഈ കണ്ണിൽ വെച്ചേക്കണ? ആ സംഭവം എന്താണ്? അയ്യോ, അത് ഊരിയില്ലേ? എന്നാ ചെയ്യും? ഇതാണോ? അതെ, എന്താണ്? ഞാൻ ഇതുവരെ അങ്ങനെ ഡോക്ടർമാരുടെ മാസ്ക്. മാസ്ക് അല്ല, ഈ മാസ്കിന് എന്തിനാണ് ഈ തുളയിട്ടേക്കണ? എന്തിനാണ്? ശ്വാസം എടുക്കണ്ട സുഹൃത്തേ. പക്ഷേ 2 തുളയുണ്ട്. ഇപ്പുറത്തെ തുള അതെന്തിനാണ്? എടുത്ത ശ്വാസം പുറത്തേക്ക് വിടണ്ടേ? ലോജിക്ക് ഇല്ലാത്ത അറിയില്ല. വന്നേക്കുവാ. ഞാനുള്ളത് പറയാട്ടോ, ഞാൻ ഇതേ കൂട്ട് മാസ്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾ ഡോക്ടർമാർ മാത്രം ഉപയോഗിക്കുന്ന പ്രത്യേക തരം മാസ്ക് ആണ്. അല്ല, ഇതാരാണ്? മനസ്സിലായില്ല. ഇത് ഒരു മൈക്കാട്. മൈക്കാടോ? കമ്പൗണ്ടർ. സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണം. സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ അതാണ്. വേണ്ടി ഞാനേ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് വിഷമം തോന്നിയല്ലെങ്കിൽ എന്ത് വിഷമം? ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. വിഷമം തോന്നിയല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇയാൾക്കാണ് ഡോക്ടർ ആവാനുള്ള ഫിഗർ. നിങ്ങൾക്ക് ഒരു കമ്പൗണ്ടറിന്റെ ഫിഗറാണ്. നമുക്ക് മാറ്റി കളിച്ചാലോ? മാറ്റി കളിക്കാൻ ഇത് സ്കിറ്റ് അല്ല. അതെന്നാന്നറിയാവോ? ഇതെന്താണ് ഈ സംഭവം? ഡ്രില്ലിംഗ് മെഷീൻ എന്തിനാണ്? ഡോക്ടർക്ക് എന്തിനാണ് ഡ്രില്ലിംഗ് മെഷീൻ? ഈ ഡ്രില്ലിംഗ് മെഷീന്റെ ഉപയോഗം എന്താണ്? അത് ഹോൾ ഇടാൻ വേണ്ടിട്ട്. കീ ഹോൾ ശസ്ത്രക്രിയക്ക് ഹോൾ ഇടാനുള്ള മെഷീനാണിത്. അത് പറ. നിങ്ങൾ എന്താണ് കൈ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പൊക്കിക്കൊണ്ട് വരുമല്ലേ? അത് താപ്പണ്ടേ? എവിടെയെങ്കിലും കൊണ്ടക്കളാം. ഇല്ല, ഇത് അടുത്തതായിട്ട് വരും. അടുത്തത് ഇതെന്തിനാണ്? ഈ ആക്സോ ബ്ലേഡ് ഇതെന്തിനാണ്? അത് ഓപ്പൺ സർജറിക്ക്. അല്ല, അതിനു വേണ്ടി നമ്മൾ സർജിക്കൽ ബ്ലേഡ് അല്ലേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്? അത് ചെറുത്. അത് വെച്ച് കീറി വരുമ്പോ വീട്ടുകാർ എഴുന്നേറ്റ് വിഷയമാകും. വിഷയാവോ? വീട്ടുകാർ ഓപ്പറേഷൻ തിയേറ്ററിന് പുറകെ പുറത്തിരിക്കുവാണല്ലോ. അവര് ചോദിക്കല്ലേ താമസിക്കുന്ന എന്താ ഓപ്പറേഷൻ? ഇതാകുമ്പോ ആവശ്യമില്ല. ഇവൻ മറ്ററ്റത്ത് പിടിക്കും, ഞാൻ ഈ അറ്റത്ത് പിടിക്കും. 4 വലി. പൂട്ടുപൊളിയോ? പൂട്ടുപൊളി എന്ന് പറഞ്ഞ എന്താണ്? നെഞ്ചിന്റെ പുട്ടുപൊളിയും. പിന്നെ പരിപാടി എളുപ്പമായില്ലേ? ചില പൂട്ട് പൊളിച്ച് അകത്ത് കയറിയാവും. വിലപിടിപ്പുള്ള ഒന്നും കാണിയല്ല. അതിനെ വിലപിടിപ്പുള്ളതൊന്നും കാണിയെന്ന് പറഞ്ഞ് പൂട്ട് പൊളിച്ച് കയറിയ ചില കുടിയന്മാര് വരും. അവർ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള വൃക്ക, കരള്, കിഡ്നി ഒന്നും കാണിയല്ല, കുടിച്ച് നച്ചു പോകും. ഓ, അത് കറക്റ്റ്. എടുത്തോ. അല്ല, നിങ്ങളുടെ സ്ഥാപനമാണ്, നിങ്ങളാണ് ഇവിടെ നിങ്ങൾ ഒന്നുമില്ല, എല്ലാരും ഒരുപോലെയാണ്. സംസാരിക്കൂ. ഹലോ, ആരാ? റെപ്പാണെന്ന്. മലപ്പുറത്ത് നിന്ന് അഷ്റഫാണോ? മലപ്പുറത്ത് നിന്ന് അഷ്റഫാണോ? എറണാകുളത്തൊന്ന് മെഡിക്കൽ റെപ്പാന്ന്. എല്ലാ കാര്യം ചോദിക്കണോ? എന്നാ കാര്യം? അവില് വേണോന്ന്. 10 കിലോ എടുത്തോളം പറ. 10 കിലോയോ? 10 കിലോ. എന്തിനാണ് 10 കിലോ അവില്? 10 കിലോ ആവശ്യം വരും. 10 കിലോ ഒക്കെ കൂടുതലാണ്. കൂടുതലാണോ? പിന്നെ എന്നാ 5 കിലോ മതി. 5 കിലോ അവല് കൂടുതൽ എക്സ്പയറി ആയി പോയി ഇങ്ങോട്ടാ. ഈ പുള്ളി എന്നാ ശർക്കരയും പഞ്ചസാരയും കൂടെ ഇട്ട് തേങ്ങാക്കൊത്തും കൂടെ ഇട്ടാൽ സുഖമായിട്ട് കഴിക്കും. വിളയിച്ച് വെച്ചാൽ 3 മാസം ഉപയോഗിക്കും. 5 കിലോ അവലെന്ന് പറഞ്ഞാൽ കൂടുതലാണ്, എക്സ്പയറി ആയി പോകും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അങ്ങോട്ടുമില്ല.
കാക്കിലോ അവല് വേണം. വേണം വേണം. കാക്കിലോ പറ. എന്നാ ഒരു കാക്കിലോ കൊണ്ടുവരാ. കാക്കിലോ. ഇങ്ങോട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ അവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സ്ട്രിപ്പായിട്ടല്ലേ വന്നത്. പിന്നെ എന്തിനാണ് ഈ സംഭവം? ആയിട്ട് വന്നോട്ടെ, ഞങ്ങൾ ഇവിടെ കിലോയാണ്. അവര് സ്ട്രിപ്പായിട്ട് തന്നോട്ടെ, നമ്മുടെ വിഷയമല്ലത്. അലർജിക്കുള്ള സാധനല്ലേ അവലെന്ന് പറഞ്ഞേ? അലർജിക്കുള്ള സാധനമാണല്ലോ. ആണല്ലോ. അല്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടോ? നിങ്ങൾക്ക് വല്ല സംശയം? എനിക്കൊരു സംശയമില്ല. പിന്നെന്നാ സംശയം? ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ ഓരോ കാര്യം. നിങ്ങൾ ഞങ്ങളെ ക്ലാസ് എടുക്കാതെ നിങ്ങൾ വന്ന കാര്യം പറ. എനിക്ക് ചെറിയൊരു ജലദോഷം. ജലദോഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒലിച്ചു വരും. അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. പുതിയ അറിവാ അത്. ജലദോഷം ഇതിനു മുമ്പ് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അന്നേരം ഞാൻ സിട്രസൻ കഴിച്ചു. എന്നതാ? സിട്രസൻ കഴിച്ചു. ഓ, അപകടം പിടിച്ച കടുപ്പമേറിയൊരു മരുന്നാ കേട്ടോ അത്. അതെങ്ങനെ മനസ്സിലായി? പറയണ കേൾക്കാൻ പറയാൻ മേലേ. സിട്രസൻ കഴിച്ച് എനിക്ക് പെട്ടെന്ന് തന്നെ എന്റെ അസുഖം മാറി. അസുഖം മാറി? ജലദോഷം മാറി. എന്നാ പിന്നെ പേടിക്കണ്ട, അത് തന്നെ കഴിച്ചോ. ആണല്ലേ? എന്നാ പിന്നെ ഒരു പേപ്പറിൽ ഒന്ന് കുറിച്ച് തരാവോ? ആ കുറിച്ച് എന്തിന്? നിങ്ങൾക്ക് പറയാൻ അറിയാലോ. അവിടെ ചെന്ന് പറഞ്ഞാൽ അവിടെ എടുത്ത് തരും, കഴിക്കുക, മാറുക. ഡോക്ടർ എന്നെ സംഭവം അറിയും. ഇപ്പൊ മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ എഴുതി കൊടുത്താൽ ഡോക്ടറെ കുറിപ്പിടെ ഉണ്ടെങ്കിൽ ഒരു മരുന്ന് വരുള്ളൂ. കാർ ഉണ്ടാക്കി വെക്കേണ്ട ഇത്. നോക്കി നിൽക്കാതെ കൊണ്ട് എഴുതി കൊടുക്ക്. ഇങ്ങ വന്ന് പിന്നെ? ആ പറഞ്ഞ സാധനം എഴുതാൻ നിനക്കറിയാവോ? ഇല്ല. പറയാനറിയാവോ? ഇല്ല. രണ്ടും അറിയാൻ മേലാത്ത നീ ഞാൻ എനിക്കിട്ട് ക്ലാസ് എടുക്കാം. എന്താണ് അവിടെ എന്തെങ്കിലും നിങ്ങളെന്താ ഗൂഢാലോചന? ഞങ്ങൾ നിങ്ങളുടെ ജലദോഷത്തെ കുറിച്ച് ഗഹനമായി ഒന്ന് ചർച്ച ചെയ്തു. അപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, എന്താ ഡോക്ടർ? നിങ്ങൾക്ക് ജലദോഷത്തിന് മരുന്നിന്റെ ആവശ്യമില്ല. പിന്നെ നിസ്സാരം ഒരു ആവി പിടിച്ചാൽ മതി. ഒയ്യോ, ഓരോ ഡോക്ടർമാരും പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ. ആവി പിടിച്ചാൽ മാറും. വെറുതെ മെഡിസിൻ കഴിച്ച് നമ്മുടെ വയറ് ചെല്ലാക്കേണ്ട കാര്യമുണ്ടോ? ശരിയാണ്. ആവി പിടിച്ചാൽ മതി എന്ന് എഴുതി തരണം. എന്തിനു? അതെനിക്കറിയാലോ. സ്പെഷ്യൽ ഡോക്ടറാണ്, അറിയാലോ. എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ എന്താണ്? ഡോക്ടർ? എനിക്ക് ഈ ജലദോഷം വന്ന കൂടത്തി അതിന്റെ കൂടത്തിൽ തന്നെ പനിയും വന്നു. അമ്മാവന്റെ കൂടെ അമ്മായി വന്നെന്ന് പറഞ്ഞു. പനി വന്നപ്പോൾ നിങ്ങൾ നേരത്തെ പനി വന്നപ്പോൾ എന്ത് ചെയ്തു? പനി വന്നപ്പോ ഞാൻ ഡോളോ കഴിച്ചു. ഡോളോ എന്ന് പറഞ്ഞാൽ ഈ അകത്ത് തുളയുള്ളത്. അത് പോളോ. ഡോളോയ്ക്ക് ഹോളില്ല. ആ എഴുതി വൈ. തുളയില്ലാത്തത് ഡോളോ, തുളയില്ലാത്തത് ഡോളോ, തുളയുള്ളത് പോളോ. തുളയില്ലാത്തത് ഡോളോ, തുളയുള്ളത് പോളോ, തുളയില്ലാത്തത് ഡോളോ, തുളയെന്നുള്ളത് പോളോ. എന്താണിത്? ഇതെന്താ പാട്ടാണോ? ഞങ്ങൾ മരുന്ന് കമ്പോസ് ചെയ്യുമായിരുന്നു. മരുന്നൊക്കെ കമ്പോസ് ചെയ്യോ? പനി, ജലദോഷം, ചുമ, ഇത് പ്രത്യേക ഒരു പാറ്റിനുള്ള അസുഖമാണ്. ആ പാറ്റിന് പറ്റിയൊരു മരുന്ന് ഞങ്ങൾ കമ്പോസ് ചെയ്ത് മാറ്റി വെച്ചു. വരുമ്പോ അടുത്തങ്ങ് കൊടുക്കാലോ. ഓക്കേ. പിന്നെ എനിക്ക് വേറെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് തീരുന്നില്ലേ? അതായത് ഈ ഗ്യാസിന് എന്നാ ചെയ്യണ്ടേ? അപേക്ഷ കൊടുക്കണം. കൊടുക്കുമ്പോ 2 കുറ്റിക്ക് അപേക്ഷ കൊടുക്കണം. പിന്നെ പുറകെ നടന്നാൽ കുറ്റി കിട്ടാൻ ഭയങ്കര പാടാണ്. അയ്യോ, ഞാൻ വയറ്റിലെ ഗ്യാസിന്റെ കാര്യം. വയറ്റിലാണെങ്കിലും കുണ്ടന്നൂരാണെങ്കിലും ഗ്യാസ് കിട്ടണ അപേക്ഷ കൊടുക്കണം. ഇതെന്താണ്? ഞാൻ വയറ്റിനകത്ത് കയറിയ ഗ്യാസിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് വയറ്റിലേക്ക് കയറ്റുന്നതിന് ഒരു കൺട്രോൾ വേണം. പക്ഷെ ഞാൻ വേറെ ഡോക്ടറെ കണ്ടപ്പോ എന്നോട് പറഞ്ഞറിയോ, എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പിന്നെ കമ്പൗണ്ടർ എക്സ്റേ എടുക്കൂ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പെർഫെക്റ്റ് ആണോ? അത് എന്റെ എക്സ്റേ അല്ലല്ലോ. ആര് എക്സ്റേ എടുത്താലും ഇതുകൊണ്ട് മൂടൽ മഞ്ഞത്ത് ഒരാൾ നിൽക്കുന്ന ഫീലിംഗ് ആണ്. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അല്ലാതെ 7 കളറുള്ള എക്സ്റേ താൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അത് അങ്ങനെ. അതെ, ഞങ്ങൾക്ക് പോണം, പോയിട്ട് തിരക്കുണ്ട്. ഞങ്ങൾക്കൊരു പെട്ടെന്നൊരു കിഡ്നി മാറ്റി വെക്കാനുണ്ട്. അയ്യോ, എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയപ്പോ കിഡ്നി മാറ്റി വെക്കാൻ പോയി ഒരുപാട് സമയം എടുക്കും. ഇല്ല, ചെല്ലുക, കിഡ്നി എടുക്കുക, മാറ്റി വെക്കുക, പോരുക. അയ്യോ, ഡോക്ടർ പോവല്ലേ പ്ലീസ്. ഒന്നിരിക്കും, എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണെന്ന് വെച്ചാൽ എന്റെ കാര്യത്തിൽ തീരുമാനം. ഡോക്ടർ എന്നെ സംഭവം അറിയോ? ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. എന്റെ പുറത്ത് പറയാൻ പാടില്ല. എന്താണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് കഷത്തി കുരുവാണ്. ഇത് വലിയ കുരുവായിലോട്. അല്ല, ചെറിയ കുരുവാണ്. തുടക്കത്തിലാണ്. ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. ഈ കക്ഷത്തി കുരുവിന് ഈ പനിയും ജലദോഷം വന്നപ്പോൾ നിങ്ങൾ ചെയ്ത പോലെ കക്ഷത്തി കുരു ആദ്യമായിട്ട് വന്നപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? അന്ന് എനിക്ക് ആദ്യമായിട്ടാണ് കഷത്തി കുരു വന്നത്. അപ്പൊ പെട്ടു. പെട്ടോ? ആര് പെട്ടെന്ന്? കുരു പെട്ടു. എന്റെ മുന്നിൽ കിട്ടിയില്ല. അവനെ വെറുതെ വിടത്തില്ല. അവനെ ഞാൻ തകർക്കും. ഞാൻ അവനെ കുരുവിന കക്ഷത്തി കുരു. അവൻ ആരായാലും നിങ്ങൾ പണി ചെയ്തേ. ഷർട്ട് ഒരിക്കൽ ഞാൻ പരിശോധിക്കാം. ഈ കക്ഷത്തി കുരുവിനല്ല ചെയ്യൂടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ? അത് നല്ലതാ. ഗൂഗിൾ സെർച്ച് ചെയ്യാം. തിരിച്ചു. ഗൂഗിൾ കക്ഷത്തിക്കുരു മരുന്ന് പ്ലീസ്. അത് ശരി. അപ്പൊ വേറെ സെർച്ചിങ് ഉണ്ടല്ലേ? ശരിയാക്കി തരാൻ കേട്ടോ. എന്താ സംഭവം അറിയോ? കക്ഷത്തിക്കുരുവിന് മരുന്ന് വേണ്ട. അതിനാ? കാരണം ഈ പനിക്കും ജലദോഷത്തിനും ഞാൻ മരുന്ന് തന്നില്ലായിരുന്നല്ലോ. കൊടുത്തില്ല. അപ്പൊ കക്ഷത്തിക്കുരുവിന് മാത്രമായിട്ട് മരുന്ന് തന്നാൽ പനിക്കും ജലദോഷത്തിനും ഈഗോ അടിക്കും. അവർ ഈ കക്ഷത്തിക്കുരുവായിട്ട് ബഹളം ഉണ്ടാക്കും. നിങ്ങളുടെ ശരീരത്തിന് ദോഷമാണ്. വേറെ രോഗം ഉണ്ടാവും. ആണോ? ഉണ്ടാവും. എന്നാ പിന്നെ മരുന്ന് വേണ്ട. പക്ഷെ നമുക്ക് കുരു കീറിക്കളയാലോ. എന്താണ് നിങ്ങൾക്ക് പേടിയുണ്ടോ? ഡോക്ടർ മോഹൻ കണ്ടിട്ട് ഡോക്ടർക്ക് കുരു കീറാൻ പേടി? എനിക്ക് പേടിയോ കീറാനോ? കീറിയേക്കാം. കമ്പൗണ്ടർ നമുക്ക് കീറിയേക്കാം.
നമുക്കിത് അങ്ങനെ കീറിയാലോ? വേണ്ട, നമുക്കിത് ഇങ്ങനെ കീറാം. അല്ല, അങ്ങനെ കീറുന്നതാണ് കുറച്ച് നല്ലത്. ഇങ്ങനെ കീറുന്ന നല്ലതാണ്. അല്ല, അങ്ങനെ കീറിയിട്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ലല്ലോ. ഇത് ഇങ്ങനെ കീറിയാണ് നല്ലത്. അങ്ങനെ കീറാം, ഇങ്ങനെ കീറാം, 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 അങ്ങനെ കീറാം, ഇങ്ങനെ കീറാം. അങ്ങനെ കീറാം. ഇതെവിടെ പോണത്? ഇതെവിടെ പോണ്? ഈ ആംബുലൻസുകാരെ കൊണ്ട് തോറ്റ്. ഇത് എന്തോരം ആംബുലൻസ് അത്? അയ്യോ, അത് ആംബുലൻസ് അല്ല, അത് പോലീസാണ്. പോലീസുകാരാരാ വിളിക്കാൻ? പോലീസുകാരെ ഞാൻ വിളിച്ചു. നിങ്ങൾ എന്തിനു പോലീസിനെ വിളിക്കണം? പിന്നെ എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറി കഴിഞ്ഞാൽ പോലീസുകാരെ ഞാൻ വിളിക്കണ്ടേ? അത് ന്യായം. ആ എന്റെ പൊന്നെ, ചിരിച്ച് ഉപ്പാടളകി എന്ന് പറഞ്ഞാൽ നല്ലൊരു കൈഡി കൊടുത്തേ. അയ്യോ നീയാ എന്റെ പൊന്ന് ചേട്ടൻ പറയാൻ ഞാൻ നമിച്ചു. എനിക്കൊന്നും പറയാനില്ല. ചിരിച്ച് 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 ഞാൻ കുറെ പ്രാവശ്യം ഞാൻ പ്രചോദനത്തിനെ അടിച്ചു. അവർക്കെല്ലാം എക്സ്റേ എടുക്കണ്ട, ആദ്യം എനിക്ക് എടുക്കണം കാര്യം. ഓരോന്നിനും ഓരോ അടി. അവല് വേണോ? എന്റെ പൊന്ന്, ഞാനും ജീവയാണെങ്കിൽ ഇവിടെ ഇരുന്ന് അവല് തീറ്റയായിരുന്നു കുറച്ചു നേരം മുമ്പ് വരെ. 5 കിലോ അവലൊക്കെ പറയുമ്പോ ഞങ്ങക്ക് സന്തോഷം. അതെ, 5 കിലോ അവല് വരും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനും ജീവയും കൂടെ അല്ല, ഭാസി ഇങ്ങനെ അജീഷിനെ വാ തുറന്നിട്ട് ടോർച്ച് അടിച്ചില്ലേ, അപ്പൊ കൗണ്ടർ ഇവിടെ കറക്റ്റ് സ്പോട്ട് ചെയ്തു. സുഭാഷേ ഗുഹാക്ക്. നിങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ചിരിപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കിപ്പോ വയ്യ. ചിരിച്ച് ചിരിച്ച് ഞങ്ങള് മടുത്തു. നിങ്ങൾ 3 പേരും. അയ്യോ, എനിക്കിത് TV-യിൽ വരുമ്പോ ഒന്നുകൂടെ എന്തായാലും കാണണം. പറ്റുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ ഒന്നുകൂടെ കളിച്ചാലും വേണ്ടില്ല. എനിക്ക് ഇത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു സ്കിറ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഏറ്റെടുക്കും. നിങ്ങൾക്കൊക്കെ ഇഷ്ടായില്ലേ? ഓ കണ്ടോ, ഒരു രക്ഷയില്ല. കിടിലം. ചേട്ടാ ബാസി, സാധാരണ ഒരു അവാർഡ് ഒരാൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിനോട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവും. അതിനയാൾ അർഹനാണോ ഇല്ലയോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ അവാർഡ് ഭാസിക്ക് 100% അർഹനാണ്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു ആശയത്തിനാണ് ആദ്യം കൈയ്യിൽ കൊടുക്കേണ്ടത്. കാര്യം ഇങ്ങനെ ആരും ചിന്തിക്കത്തില്ല. ആ ത്രെഡിനൊരു ഉഗ്രം കൈയ്യിൽ കൊടുക്കണം കേട്ടോ. അതായത് നമുക്ക് ഒന്ന് വിശ്രമിക്കാൻ സമയം കിട്ടാത്ത മനോഹരമായ ഒരു സ്കിറ്റായിരുന്നു. അതായത് അതുപോലെ ചിരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. അജീഷ് അടിപൊളിയായിരുന്നു. പോൾസ ഒരു രക്ഷയില്ല. നിങ്ങളുടെ കോംബോ ഇങ്ങനെ തന്നെ പോട്ടെ. ഒറ്റ ആഗ്രഹം പറയട്ടെ, ആരും കണ്ണു വെക്കാതിരിക്കട്ടെ. നല്ല എവിടെയെങ്കിലും കാര്യം അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ലെവലിൽ വളർന്നു പോട്ടെ. ഒരുപാട് സ്കിറ്റുകൾ, നല്ല സ്കിറ്റുകൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വേദിയിൽ ഒരുപാട് ടെൻഷനുള്ള 3 ആർട്ടിസ്റ്റുകളിൽ 3 ആർട്ടിസ്റ്റാണ് നിങ്ങൾ. ഇവർക്ക് ടെൻഷനാണോ? അല്ല, കാര്യം എന്താണെന്നറിയോ, ഇവർ ചെയ്തിരിക്കുന്നതെല്ലാം ഹിറ്റായ എപ്പിസോഡുകളാണ്. അതെ. നമ്മൾ പിന്നെയും ചെയ്യുമ്പോൾ അതിന്റെ മേളിൽ വരണം, അതിൽ മേളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ബാധ്യതയാണ്, ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ടെൻഷനാന്ന് പറയുന്നത്. സത്യമല്ലേ? അത് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ, കീപ്പ് ചെയ്ത് മുമ്പോട്ട് അതുമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ മേളിൽ വന്നുകൊണ്ടേ ഇരിക്കണം നമ്മൾ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അധ്വാനിക്കണം, കഷ്ടപ്പെടണം. ആ കഷ്ടപ്പാട് നിങ്ങൾ ചെയ്യുന്നതിലുണ്ട് താനും. എന്തായാലും വളരെ മനോഹരമായി കേട്ടോ. ഇനിയും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടി വരും ആണ് ഇനിയുള്ള എപ്പിസോഡുകൾ വരാനായിട്ട്. നിങ്ങൾ ഇതേപോലെ അധ്വാനിക്കുക. അതിന്റെ ഗുണം എന്തായാലും ഗംഭീരം, അടിപൊളി. താങ്ക് യു നസീർക്ക. അപ്പോൾ നമുക്ക് മാർക്സ് വാങ്ങിക്കാം. ആരാണ് ആദ്യം മാർക്സ് തരുന്നത്? ഞാൻ ആദ്യം കൊടുക്കാം. അപ്പം ഞാൻ അതിനൊട്ടും കുറയ്ക്കുന്നില്ല. ഞാൻ ഒരു 25. ഓ, 25,000. രണ്ടാമതാണ് മാർക്സ് തരുന്നത് 35. അപ്പൊ തന്നെ അല്ല, അപ്പൊ അവർക്കുള്ളതാ. ഇനിയിപ്പോ ഞാൻ എന്റെ ആവശ്യം അപ്പൊ തന്നെ അത്യാവശ്യം എമൗണ്ട് ആയില്ലേ? മതിയല്ലേ? എന്തായാലും ബോണസോടെ. അല്ലടാ, ഇല്ല. കാര്യം എന്താ, അവര് തെറ്റി പറഞ്ഞു പോയതാ. അവരുടെ കണക്കൂട്ടുകൾ കണക്കറിയാൻ പാടില്ലാത്തോണ്ട് 35 തന്നെയാണോ ഉദ്ദേശിച്ചത്? കുറയ്ക്കാനും പറ്റിയല്ല. ഇനി അത് പിൻവലിക്കാൻ പറ്റുമോ? ഇനി ഇവര് തന്നില്ലെങ്കിലും ബാക്കി ഞാൻ അത് കലക്കി. ഇല്ലെങ്കിൽ ഓരോ സിട്രസും മാറ്റി കൊടുത്താ. ഏതായാലും ഞാൻ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ തീർച്ചയായിട്ടും ചെറുക്ക. അപ്പൊ ടോട്ടൽ എമൗണ്ട് ഒരു ഗോൾഡ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിൽവർ. അടിപൊളി. എന്താ വേണം? ഇനിയും കുറച്ചാള് മോഷ്ടിക്കാനൊന്നും പോകണ്ടല്ലോ. പ്രതീക്ഷയുടെ അമിതഭാരമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. നല്ലോണം ടെൻഷൻ അടിച്ച് ഇതേപോലൊരു ഉഗ്രൻ സ്കിറ്റുമായിട്ട് അടുത്ത പ്രാവശ്യം വരും. ഞങ്ങൾ ചിരിപ്പിക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു നല്ല കൈഡി. ഒറ്റയ്ക്ക് വരുന്ന മോൺസ്റ്ററിനെയാണ് വിളിക്കാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഒറ്റയ്ക്ക് ചെയ്യും. ഒരു 1 മാൻ ഷോ തന്നെ നമുക്ക് വേണ്ടി അവതരിപ്പിക്കും. വിളിക്കട്ടെ? സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു കിടിലൻ കലാകാരനാണ്. ലെറ്റ്സ് വെൽക്കം അശ്വന്ത്.
എന്താ വൈകിയേ വരാൻ? കുറച്ച് വൈകിപ്പോയി. വല്ലാണ്ട് വൈകിന്ന് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായി അല്ലേ? അതെ. അപ്പൊ എങ്ങനെയാ, തകർക്കുമല്ലേ? എന്താണ് പരിപാടി? ഞാനിങ്ങനെ ഇന്നലെ ഇരുന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയൊരു സംഭവമാണ്. നമുക്ക് കേരളത്തിൽ 3 രാഷ്ട്രീയ കക്ഷികളുണ്ട്. LDF, UDF, NDA എന്ന് പറഞ്ഞ 3 രാഷ്ട്രീയ കക്ഷികളാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ അതിന് പതിവിന് വിപരീതമായിട്ട് നമ്മുടെ മലയാളത്തിലെ യൂത്ത് ആക്ടേഴ്സിന്റെ ഒരു മന്ത്രിസഭ കേരളത്തിൽ ഫോം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അടിപൊളി. അത് നീ കണ്ടിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ മുത്തേ, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫസ്റ്റ് പ്രചോദേട്ടാ, ടൂറിസം വകുപ്പ് മന്ത്രിനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് പറയാനുള്ളത്. അങ്ങനെ മലയാള സിനിമയിൽ നമുക്ക് ടൂറിസം വകുപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയെ യൂത്തിലുള്ളൂ, പ്രണവ് മോഹൻലാൽ. അടിപൊളി. അപ്പോൾ അതെങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. പ്രജോട്ടാ, മോശം വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആകെ മൊത്തം 365 ദിവസം നമുക്കൊരു വർഷത്തിലുണ്ടാകും. അതിൽ 265 ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ഹോളിഡേയ്സ് ആയിരിക്കും. ആ ഓരോ ഹോളിഡേയ്സിലും ഓരോ മലയാളികൾ ടൂറിസത്തിനായി ചെലവഴിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം ഒരു ആനുവൽ ഇയറിൽ 100 കോടിന് മുകളിലായിരിക്കും. ആ പൈസ ഉണ്ടെങ്കിൽ എനിക്കും ദർശനിക്ക് ഒരുമിച്ച് ചന്ദ്രനിൽ പോകാൻ പറ്റില്ല. ഇതായിരിക്കും പ്രണവിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ആൻഡ് സപ്ലൈസ് ആണ്. അപ്പോൾ അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിരിക്കുന്നത് റിയാസിക്കാണ്, റിയാസ് ഖാൻ. അപ്പോൾ അദ്ദേഹത്തിന് എന്തായിരിക്കും പറയാനുള്ളത് നോക്കാം. I'm very happy to receive this wonderful ministry post here. സത്യം പറഞ്ഞാൽ ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഹെൽത്ത് ഈസ് വെൽത്ത്, റൈറ്റ് അല്ലേ നസീർക്ക? ഹെൽത്ത് ഈസ് വെൽത്ത്. ഏതൊരു മനുഷ്യനും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ശക്തമായ ഒരു തലമുറ മുന്നോട്ട് വരികയുള്ളൂ. അത്തരത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ റേഷൻ കടകളിലും നമ്മൾ അരിയും മറ്റ് സാമഗ്രികളുടെ കൂടെ വേ പ്രോട്ടീൻസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സപ്ലൈകോ വഴി ഐ എം ഗോയിങ് ടു ഗീവ് BCAAs, ക്രിയാറ്റിൻസ് എറ്റ്സെട്ര. കാരണം നമുക്കൊരു ശക്തമായ ഒരു യുവജനം നമുക്ക് സൃഷ്ടിച്ചെടുക്കണം. എല്ലാവരും അടിച്ചു കയറി വരട്ടെ. ഇതായിരിക്കും റിയാസിക്ക് പറയാനുണ്ടാവുക. യുവജനക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആസിഫ് അലിയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം യുവജനക്ഷേമ ബോർഡിനെയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഞാൻ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് 30 വയസ്സ് കഴിഞ്ഞ ആളുകളെ അങ്കിൾ എന്ന് വിളിക്കുന്നതാണ്. അതിനുള്ളൊരു പരിഹാരം എൻ്റെ നേതൃത്വത്തിലുള്ള ടീം നടത്തുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. കാരണം ഇപ്പൊ ജീവയ്ക്ക് അറിയാം, 40-40 വയസ്സായിട്ടും ജീവ ഇപ്പോഴും ഒരു യൂത്തായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് പ്രചോദേട്ട് 35 വയസ്സേ ആയിട്ടുള്ളൂ. ശരിയല്ലേ ജീവ? അതുപോലെ നസീർക്ക, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇനി മുതൽ 50 വയസ്സാകുന്നത് വരെ എല്ലാവരും യുവജനമാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചു. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യാൻ മലയാള സിനിമയിൽ ഒരേ ഒരാളുള്ളൂ. പ്രചോട്ടാ, ഗസിയാവോ? ഞാൻ പറയാം, ഉണ്ണി മൂന്തൻ. ചേച്ചി പറഞ്ഞു. ഓക്കെ. സ്വാമിയെ ശരണം, അയ്യപ്പ ശരണം. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധിക്കുക. എല്ലാ ഉത്സവങ്ങളും കൃത്യമായി നടത്തപ്പെടുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. അതിലൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഉത്സവങ്ങളിൽ അലമ്പുണ്ടാക്കുന്ന ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ എൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ജിമ്മന്മാരുടെ അസോസിയേഷൻ ഇനി മുതൽ കേരളത്തിലുണ്ടാവും. അതുമാത്രമല്ല, തൃശ്ശൂർ പൂരം എല്ലാ ജില്ലയിലും നടത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2-3 കാര്യങ്ങൾ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മുതൽ മകരവിളക്ക് കൃത്യമായി മകരമാസത്തിലും, ചോറ്റാനിക്കര മകൻതൊഴിൽ കൃത്യമായി കുംഭമാസത്തിലും, വൃശ്ചിക മാസത്തിൽ വൈക്കത്തഷ്ടമിയും ഗുരുവായൂർ ഏകാദശിയും നടത്തുമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുകയാണ്. ശക്തമായ ഒരു വിശ്വാസമുള്ള ജനതയെ ഉറവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ലക്ഷ്യം. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണം. വയനാട്ടിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അത് ബേസിൽ ജോസഫാണ് നസീർക്ക. അപ്പം പുള്ളിക്ക് പറയാനുള്ളത്, വയനാട്ടിൽ ജനിച്ച് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇത്രയും കണ്ട ഞാൻ കൂടുതലും മനുഷ്യന്മാരെയൊക്കെ കൂടുതൽ മൃഗങ്ങളുമായിട്ടാണ് അടുത്തിടപഴകി ജീവിക്കുന്നത്. ധ്യാനിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാട്ടിൽ സിംഹത്തിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ എന്തിനാണ് കാട്ടിലെ രാജാവായിട്ട് സിംഹത്തിനെ വെച്ചേക്കുന്നത്? ഞാൻ കേരളത്തിലെ കാര്യത്തെ പറ്റി പറഞ്ഞത്. ഇന്ന് മുതൽ കേരളത്തിലെ കാട്ടിലെ രാജാവായിട്ട് ആനയെ പ്രഖ്യാപിക്കും. അതുപോലെ കാട്ടാനയും കാട്ടുപോത്തിനെയും കരടീനെയും കടുവേനെയും സ്പെഷ്യൽ റെപ്യൂട്ടേഷൻ കൊടുക്കും.
ഈ വിവരം എല്ലാ കാടുകളിലേക്കും എത്തിക്കാൻ ഞാൻ എല്ലാ കുരങ്ങന്മാർക്കും സ്പെഷ്യൽ റിക്വസ്റ്റിംഗ് ഓർഡറും കൊടുത്തു വിട്ടിട്ടുണ്ട്. പോരെ, ഇനി പല പല മാറ്റങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തായിട്ട് വരാൻ പോകുന്നത് സ്പോർട്സ് വകുപ്പാണ്. സ്പോർട്സ് വകുപ്പിന് മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയിരിക്കുന്നത് സൗബിക്കിനാണ്, സൗബിൻ ഷാഹിർ. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നിൽ കൃത്യമായിട്ടുള്ളൊരു വകുപ്പിനാണ് അവർ ഏർപ്പാടാക്കി തന്നിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒറ്റ പഞ്ചായത്തിലും ഗ്രൗണ്ടുകളില്ല. പിന്നെ എങ്ങനെയാണ് കായികം നമുക്ക് ഇത്ര ഊർജ്ജസ്വലമാക്കാൻ പറ്റാത്തത്? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ഗ്രൗണ്ട് വീതം നമ്മൾ കൊടുക്കും. അത് കണ്ടവൻ്റെ പറമ്പായിരിക്കും, പക്ഷെ നമ്മളെ സർക്കാരിലേക്ക് ലയിപ്പിച്ച് ചേർക്കും. എന്നിട്ട് പുതിയ 5 കായിക ഇനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കും. സാറ്റണിപ്പാത്ത്, കള്ളനും പോലീസും, വട്ടുകളി, ക്യാരംസ് കളി, ഇതെല്ലാം പറമ്പിൽ വെച്ച് കളിക്കണം. അങ്ങനെ ശക്തമായ ഒരു യുവതലമുറയെ ഉറവാക്കിയെടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇതാണ് സൗബിക്കയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ തിരിച്ചും ഫണ്ണായിട്ട് മാത്രം എടുക്കുക. അപ്പോൾ അടുത്തായിട്ട് വരാൻ പോകുന്ന വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പൃഥ്വിരാജ് ഏട്ടൻ ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പൃഥ്വിരാജ് പറയുന്നത് എന്താണെന്ന് നോക്കാം. See, I am very happy to receive this wonderful ministry position. കാരണം ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ വർഷങ്ങളായിട്ടുള്ളൊരു കീഴ്വഴക്കമാണ്. എന്ത്? കയ്യിലൊരു ലാത്തിയുമായി ഒരു പറ്റം പോലീസുകാർ നിരന്നു പോകുന്നു. ആ ലാത്തിക്ക് പകരം ഞാൻ AK-47 കൊടുക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. സൗത്ത് കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും അണുബോംബുകളും ഉടൻ തന്നെ ഇറക്കുമതി ചെയ്യും. അതുകൊണ്ട് ഇതെല്ലാം പ്രാവർത്തികത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ എമ്പുരാന്റെ ഷൂട്ട് തീരണം. അതല്ലാതെ ഒരു പരിപാടി പൃഥ്വിരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ആയിരിക്കും. ഇനി വിനയ് ഫോർട്ട്, പുള്ളി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മോശമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നൊരു ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഫിഷറീസ് എന്ന് പറയുമ്പോൾ മീനുകൾ എങ്ങനെ ഉണ്ടാവും? കാരണമുള്ള തോടുകളും കനാലുകളും മുഴുവൻ മാലിന്യമായി തള്ളിക്കിറക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നീരുറവ കൃത്യമാക്കാൻ വേണ്ടി നമുക്ക് ഈ കനാലുകളെല്ലാം വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കിഴക്കൻ മേഖലയും തെക്കൻ മേഖലയും 2ആക്കി വിഭജിച്ചിട്ടുണ്ട്. കിഴക്കൻ മേഖല കനാലുകളും തോടുകളും വൃത്തിയാക്കാൻ അലിൻ ജോസ് പെരേരയും തെക്കൻ മേഖല വൃത്തിയാക്കാൻ സന്തോഷ് വർക്കിയെയും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ നീരുറവകൾ കൃത്യമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള കട്ട്ല, അയല, സിലോപ്പി തുടങ്ങിയ മീനുകളാണ് ലൈവായിട്ട് എല്ലാ പ്രദേശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞതിന് ഡിമാൻഡ് പോയി. അപ്പം എൻ്റെ പുതിയ പരീക്ഷണം ഞാൻ നടത്താൻ പോവാണ്. എന്താണ്? പ്രാരംഭഘട്ടത്തിൽ ഞാൻ പ്രാരംഭഘട്ടത്തിൽ വരാലും കുഞ്ഞുങ്ങളെ ഇറക്കി വിടും. കായലിലോട്ടും പുഴലോട്ടും ഞാൻ ഇറക്കി വിടും. 2ാം ഘട്ടത്തിൽ വെള്ളക്കുരി, മഞ്ഞക്കുരി എല്ലാവരും കഴിക്കട്ടെ, അതിനെ ഇറക്കി വിടും. 3ാം ഘട്ടത്തിൽ ഐക്കോണിക് 1 എന്താണ് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഏത് മീനായിരിക്കും ഞാൻ ഇറക്കുക എന്നുള്ളത്? നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന നസീർക്ക, നമ്മൾക്ക് കോട്ടയംകാരാണ്, നമുക്ക് ആ പേര് കൃത്യമായിട്ട് അറിയാം. അണ്ടികള്ളി എന്ന് പറഞ്ഞ മീൻ നമ്മൾ ഇറക്കും. ത്രൂ ഔട്ട് ഇറക്കി വിടും. ഈ മീനുകൾ വളർന്ന് വലുതായി അന്യ സംസ്ഥാനത്തേക്ക് കയറ്റി അയച്ച് ഫ്യൂച്ചറിൽ നമ്മുടെ വരാലും കുഞ്ഞുങ്ങളെയും നമ്മുടെ മഞ്ഞക്കൂരിയെയും കാത്തു നിൽക്കുന്ന ഒരു യുവതലമുറ ഈ കേരളത്തിൽ ഞാൻ സൃഷ്ടിച്ചെടുക്കും. ഇതാണ് എൻ്റെ ഫിഷറീസിന്റെ പ്ലാൻ. ഇതാണ് പറയുക. ഇതൊക്കെ കേട്ടിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഒരാളിരിക്കുന്നുണ്ട്. അല്ല, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇത്രയും മോശമായൊരു മന്ത്രിസഭ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. നസീറൊക്കെ കേട്ടില്ലേ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് ഇവിടെ വിളമ്പുന്നത്? 2 മണ്ടന്മാരെ വിട്ടിട്ടാണോ കേരളത്തിന്റെ തെക്കേറ്റവും കിഴക്കേറ്റവും നന്നാക്കേണ്ടത്? ആണോ? ഇവിടെ വെള്ളമില്ല. തമിഴ്നാട് നന്നാലേ വെള്ളം ഇവിടെ വരുള്ളൂ. അയാൾ പറഞ്ഞു കേട്ടില്ലേ? വേറെ ഒരുത്തൻ്റെ ആനയെ കാട്ടിലെ രാജാവാക്കാൻ. അപ്പൊ കാട്ടിലുറക്കുന്നതാ ഒന്നും പറയാനില്ലേ? ഞാൻ പറയുന്നത് ഇതെല്ലാത്തിൻ്റെയും കുഴപ്പം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇങ്ങനെ വാ തുറന്നിരുന്നാൽ പറ്റില്ല. നിവിൻ പോളി, നിങ്ങൾ എന്തെങ്കിലും പറയൂ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിലവാരമുള്ള നല്ല മന്ത്രിസഭ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ടേ കിട്ടിയത്. ഇതിനകത്ത് വന്നപ്പോ ഇവിടെ എന്താ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ പാർട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പാർട്ടികളെ. ഇതൊക്കെ കേട്ടിട്ട് ലാസ്റ്റ് വിനായകൻ ഒരു ചോദ്യം സ്പീക്കറായ അർജുൻ അശോകനോട് ചോദിക്കുകയാണ്. നിങ്ങളിതൊന്നും കേൾക്കുന്നില്ലേ അർജുൻ? എന്ത് മോശമാണ്. താങ്കൾ ഒരു സ്പീക്കറാണ്. അറിയാം. ഒക്കെ ഒരു ഭാഗ്യം പോലെ. വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പ്രമേയത്തിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിക്കഴിയുമ്പം എല്ലാവരെയും കൃത്യമായി കണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഞാൻ ഉണ്ടാക്കാം. ഹാപ്പി അല്ലേ?
എല്ലാവരും ഹാപ്പി അല്ലേ? എന്നപ്പോ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. കിടിലം. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് അശ്വന്തിന്റെ പെർഫോമൻസ് കാണുന്നത്. കണ്ണടച്ച് കേട്ട അതേ ആക്ടേഴ്സിന്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്ന പെർഫെക്ഷൻ ടു ദ കോർ. കിടിലം. അല്ല, എന്തിനാ കണ്ണടയ്ക്കുന്നത്? അയ്യോ, കണ്ണ് തുറന്നു വെച്ച് തന്നെ കേട്ടാൽ. അതാകുമ്പോ അശ്വന്താണല്ലോ പറയുന്നതെന്ന് തോന്നും. എവിടെയാണ് അശ്വിന്റെ വീട്? വൈക്കം. വൈക്കത്താ? ശരി ശരി. നന്നായിരുന്നു കേട്ടോ. എല്ലാ സ്റ്റാർസും നല്ല രസമായിരുന്നു. അത് ആ സ്റ്റാർസിനെ അവതരിപ്പിക്കാൻ എടുത്ത ആ കോണ്ടന്റ് നല്ല രസമാണ്. ഇനി ഇങ്ങോട്ട് വരണം കേട്ടോ. ഉറപ്പായിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇനി പുതിയ നമ്മളിപ്പോ ഭരണപക്ഷത്തെ പറ്റി മാത്രമല്ല, പ്രതിപക്ഷത്തിന് പറയാനുള്ള കൂടെ കേൾക്കാം. പ്രതിപക്ഷം സജ്ജമായിട്ടിരിക്കുന്നുണ്ട്. വിനായകൻ ചേട്ടൻ നേതൃത്വ പ്രതിപക്ഷത്തിൽ ഷൈൻ ടോൺ ചാക്കോ, ഷെയ്ൻ നിഗം, ഭീമൻ രഘുചേട്ടനൊക്കെ നമുക്ക് അടുത്ത സെഗ്മെന്റിൽ അടിപൊളി. ഇപ്പൊ ഒരു സൈഡ് മാത്രം നമ്മൾ കേട്ടു. ഇതിന്റെ ഒരു പാർട്ട് 2 ഉണ്ട്. എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരു ഒറ്റ ആൾക്കാർ. ഓക്കെ, നന്നായിട്ടുണ്ട്. താങ്ക് യു. ചേട്ടാ അശ്വന്തേ, ഇത് ശരിക്കും വൺമാൻ ഷോ എന്നിട്ടാ പോരാ, സൂപ്പർമാൻ ഷോ എന്നിടണം. അത്രയ്ക്ക് കാര്യം എന്താണെന്നറിയോ, നമ്മൾ അശ്വന്ത് ഇപ്പം എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്ന, അതായത് വേദികളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം പറന്ന് നിന്ന് ചെയ്യുന്ന ആളാണ് അശ്വന്ത്. എല്ലാവരുടെ കൂടെ ഇപ്പം ഒരുപാട് ട്രിപ്പുകൾ പോകുന്നുണ്ട്, ഒരുപാട് ഷോസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അശ്വന്തിൻ്റെ ഒരു ഹാർഡ് വർക്കാണ്. ഇനി അതൊക്കെ മാറ്റി നിർത്താം. ഇന്ന് ഇവിടെ വന്ന് ഈ പെർഫോം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതായത് ഇങ്ങനെ ഒരു പുതിയൊരു തീം കൊണ്ടുവന്നു. അതിൻ്റെ സ്ക്രിപ്റ്റിനാണ് കൈഡ് ചെയ്യേണ്ടത്. ഉഗ്രം സ്ക്രിപ്റ്റ് ആയിരുന്നു കേട്ടോ, ഉഗ്രം സെൻസ്. അതായത് എല്ലാത്തിനും ആപ്റ്റായിട്ടുള്ള വകുപ്പുകൾ ചേർത്ത് കൊടുക്കുക. എല്ലാ ആൾക്കാർക്കും, റിയാസ് ഖാൻ ആണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവസാനം കൊണ്ടു നിർത്തിയ നിവിൻ പോളിയുടെ മാസ്റ്റർ പീസ് ഡയലോഗ് വരെ. നിങ്ങളൊരു അസാധ്യ കലാകാരനാണ്. ഇനി ഈ പറഞ്ഞ പോലെ ഇതിന്റെ പ്രതിപക്ഷമായിട്ട് വരണം. ഇതിന്റെ താഴെ മുഴുവൻ കമന്റ് അതായിരിക്കും. ഇനി അടുത്ത പ്രതിപക്ഷമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. അശ്വന്ത്, ഒന്നും പറയാനില്ല, സൂപ്പർ. അയ്യോ, ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ എൻ്റെ പൊന്നെ. നല്ല ഐഡിയ. ആദ്യമേ അത് തന്നെ എടുത്തു പറയണം. ഇത്രയും ആക്ടേഴ്സിനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റി. അതൊരു മന്ത്രിസഭയും കാര്യങ്ങളും അവർക്ക് ടൂറിസം എന്നൊക്കെ പറഞ്ഞ് പ്രണവിനെ പറഞ്ഞപ്പോഴേ ആപ്റ്റായിട്ടാണല്ലോ ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നി. അങ്ങനെ ചൂസ് ചെയ്ത എല്ലാ ആക്ടേഴ്സും അവർക്ക് കൊടുത്ത വകുപ്പുകളുമായിട്ട് മാച്ചായിട്ട് നമുക്ക് തോന്നും. അപ്പം അതിനുവേണ്ടി പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ ആണെങ്കിലും ചുമ്മാ അവരുടെ സിനിമ ഡയലോഗ്സ് അല്ല, ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളിൽ ആ ആക്ടേഴ്സിന്റെ ആക്സെന്റ് കൊണ്ടുവന്നു. ആ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് അവരുടെ ആക്സെന്റ് ഇമിറ്റേറ്റ് ചെയ്യുക ചെയ്തത്. അതെ, ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്ന അർജുൻ ചേട്ടനുമായിട്ട് വേറൊരു കണ്ടന്റ് ആയിരുന്നു നസീർക്ക്, നമ്മുടെ അനൗൺസ്മെന്റുകൾ. അപ്പൊ അതൊക്കെ ഇനി കൊണ്ടുവരാം. അപ്പം ഇന്നലെ രാത്രി ഇങ്ങനെ ഉറക്കം വരാതെ കുറച്ച് നേരം ഇരുന്ന് ചേട്ടാ. അപ്പം ഒരു 3 മണിക്ക് കിട്ടിയ കണ്ടന്റ് ആണ്. അങ്ങനെയാണ് ഇരുന്ന് ഉറക്കം വൈകി വന്നാൽ മതി എന്ന് പറയാം. ഇങ്ങനെ നല്ല നല്ല കോണ്ടന്റ് കിട്ടുവാണെങ്കിൽ ഒരു സ്റ്റാർസിന്റെ ശബ്ദം നമ്മൾ ഈ സിനിമയിൽ കേട്ടത് പറയാതെ വേറെ ഡയലോഗ് എഴുതി ഉണ്ടാക്കി അതിൽ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. വലിയ പാടാണ്. സിനിമയിലെ കേട്ടത് നമുക്ക് ഒബ്സർവ് ചെയ്ത് പറയാൻ പറ്റും. ഇത് വോയിസ് കറക്റ്റ് ആയിരിക്കണം, മോഡുലേഷൻ കറക്റ്റ് ആയിരിക്കണം, പറയുന്ന കോണ്ടെക്സ്റ്റ്. ഫിഷറീസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫുൾ ആ മീനുകളെ കണക്ട് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. വിനയ് ഫുഡ്, എന്റെ അമ്മേ, പുള്ളിക്ക് ഇത്രയും സംശയമുണ്ട്. ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അശ്വന്തൊക്കെ ഈസി ആയിട്ട്. അതെ. അതേപോലെ ഉണ്ണിമൂന്നന്റെ അത് ഞാനിവിടെ ഇങ്ങനെ എങ്ങനെ പറയുമോ തന്നെ പറഞ്ഞു. അപ്പൊ എല്ലാ വോയിസുകളും കറക്റ്റ് ആയിരുന്നു. അതാണ് നമുക്ക് നെക്സ്റ്റ് ലെവൽ, വേറെ ലെവൽ. കൂടുതലൊന്നും പറയാനില്ല, ഇനിയും വരിക. അപ്പം കുറെ ലിസ്റ്റുകൾ ഇനി വരാനുണ്ടെന്നറിയാം. അപ്പൊ ഇത് ഐറ്റം വേറെ എന്നുള്ളത് ഭീമന്റെ വീടിന്റെ സൗണ്ടിൽ പറഞ്ഞു. ഞാൻ ഷൈനീതിന് പറഞ്ഞാൽ മതിയോ? മതി, എന്തായാലും മതി. മച്ചാനെ, ഇത് ഐറ്റം വേറെയാണ്, വേറെ ലെവലാണ്, പുളി മൂടാണ്. ഞാൻ ഈ ഫ്ലോറിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. മിമിക്രി ആണെങ്കിലും എല്ലാം 2 ശബ്ദം അനുകരിച്ചാണ്. പ്രജോട്ടൻ അറിയാം, ഈ വേദിയിൽ വന്നത് സൗബിക്കയുടെ വോയിസ് ചെയ്തിട്ടാണ് വന്നത്. ഇന്നൊരു 5ഓളം നടന്മാർക്ക് സിനിമയിലെ ട്രാക്ക് ഡബ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. നാദർഷിക്കയുടെ ടീമിലാണ് ഇപ്പോൾ മിമിക്രി ചെയ്യുന്ന, വൺമാൻ ഷോ ചെയ്യുന്നത്. നാദർഷിക്ക സംവിധാനം ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിൽ അർജുൻ അശോകൻ ചേട്ടൻ്റെ കൂടെ ഒരു നെഗറ്റീവ് റോൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ഇവിടുന്ന് കിട്ടിയതാണെല്ലാം. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഒന്നുകൂടെ വരും, ഉറപ്പായിട്ടും. ഒരുപാട് തവണ വരണം. ഉറപ്പായിട്ടും. താങ്ക് യു അശ്വൻ. താങ്ക് യു. പ്ലീസ്.